രക്ഷാപ്രവർത്തനം അതിവേഗം ആരംഭിക്കാനായെങ്കിലും ദുരന്തഭൂമിയിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. ദുരന്തമുണ്ടായ ഉടൻ തന്നെ പോലീസിൻ്റെ നേതൃത്വത്തിൽ വലിയ സുരക്ഷാ സന്നാഹം, ഒപ്പം തന്നെ ഫയർഫോഴ്സ് എല്ലാം ഇവിടേക്ക് എത്തിച്ചേരുകയുണ്ടായി. പക്ഷേ ഇവിടേക്ക് എത്തിച്ചേരാൻ കടക്കാൻ വഴിയുണ്ടായിരുന്നില്ല. കാരണം ഒരു വയലിന് നടുക്കാണ് ഈ സ്ഥാപനം, ഈ വെടിമരുന്ന് ശാല പ്രവർത്തിച്ചിരുന്നത്. എന്നിരുന്നാൽ പോലും JCBയും ട്രാക്ടറും കൊണ്ടുവന്ന് ബണ്ടുകൾ തകർത്താണ് വാഹനങ്ങൾ അങ്ങോട്ട് എത്തിച്ചത്. അല്ലേ കമ്മീഷണർ, സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ ഇത് പറയും. അതെ, ഇത് നടക്കുന്ന സമയത്ത് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്ന മുറയ്ക്ക് തന്നെ പോലീസും ഫയർഫോഴ്സും എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയിട്ട് നമുക്ക് എല്ലാം ഫസ്റ്റ് അവിടെ ഈ ഫയർ ക്ലോസ് ചെയ്യുന്ന കാര്യങ്ങൾ, എക്സ്റ്റിങ്വിഷ് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കുന്നുണ്ട്. വഴി അവിടെ പോകാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. സോ നമുക്ക് ഇവിടെ ഒരു JCB ഉണ്ടായിരുന്നു. JCB വെച്ചിട്ട് വഴി ഉണ്ടാക്കിയിട്ട് നമ്മൾ അവിടെ അകത്ത് പോയിട്ടുണ്ട്. ഇപ്പോൾ ഇത് സ്റ്റിൽ അണ്ടർ കൺട്രോളാണ്. പക്ഷേ ഇപ്പോൾ തന്നെ വലിയ ദുഷ്കരമായ അവസ്ഥ, കാരണം ഇപ്പോൾ ഇത് കത്തിക്കൊണ്ടിരിക്കുന്നു, പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴേക്ക് എപ്പോൾ ആളുകൾക്ക് കടന്ന് രക്ഷാപ്രവർത്തനത്തിന് സാധിക്കും? അല്ല, ഇത് മുഴുവൻ അവിടെ കുറേ പൊട്ടിക്കാതെ കുറേ ഗുണ്ട അവിടെ ഉണ്ടാവുന്ന സാധ്യത ഉണ്ട്. അതായത് കൊണ്ട് മുഴുവൻ ക്ലിയറും എല്ലാം സാനിറ്റൈസ് ചെയ്ത ശേഷം മാത്രം അകത്ത് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഫയർഫോഴ്സിൽ അകത്ത് കയറാൻ ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ആ ഗുണ്ട ഇപ്പോഴും അവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ട്, കുറച്ച് ബോംബ്സ് പൊട്ടിക്കുന്നുണ്ട്. സോ അതായത് കൊണ്ട് എല്ലാം മുഴുവൻ ക്ലിയർ ആയ ശേഷം മാത്രം അകത്ത് കയറാൻ പറ്റും. ശരി, എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോലീസിൻ്റെയും അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെയും എല്ലാം രക്ഷാപ്രവർത്തകരുടെ നേതൃത്വത്തിൽ ദ്രുതഗതിയിലുള്ള വളരെ വേഗത്തിലുള്ള രക്ഷാപ്രവർത്തനം നടത്താൻ സാധിച്ചു. പക്ഷേ എന്നിരുന്നാൽ പോലും കടക്കാൻ കഴിയാത്തൊരു സാഹചര്യം, കാരണം വെടിമരുന്നാണ് ഇനിയും പൊട്ടിത്തീരാതെയുണ്ട്. അത് ഒരു വലിയ പ്രതിസന്ധിയായി ഇവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു.